കണ്ണൂരിൽ പക്ഷേ ഇതാ നിയമസഭാ സീറ്റിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉറപ്പിക്കുകയാണ്. കടന്നപ്പള്ളി തന്നെ LDF സ്ഥാനാർത്ഥിയാകും. മണ്ഡലം CPM ഏറ്റെടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുന്നു. കടന്നപ്പള്ളിയുടെ സ്വീകാര്യത നിർണായകമെന്നാണ് വിലയിരുത്തൽ. കടന്നപ്പള്ളി മാറിയാൽ നിഷ്പക്ഷ വോട്ടുകൾ നഷ്ടമാകുമെന്നാണ് വിലയിരുത്തൽ. മുന്നണി തീരുമാനിക്കട്ടെ എന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചാൽ ആ തീരുമാനമനുസരിച്ച് ഞാനും എൻ്റെ പാർട്ടിയും പ്രവർത്തിക്കും. അത് മാത്രമേ അറിയുള്ളൂ. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം അതിൻ്റെ ആരംഭം തൊട്ട് ഉറപ്പിച്ച് നിന്നിട്ടുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നിലപാട് അലംഘനീയമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നതല്ലാതെ അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതോ സ്ഥാനമാനം സംബന്ധിച്ചോ ഒന്നുമല്ല എന്നാണ് എനിക്ക് ആവർത്തിച്ച് വ്യക്തമാക്കാൻ. അഭിജിത്ത് മുഴക്കുന്നാണ് ചേരുന്നത്. അഭിജിത്ത്, കെ സുധാകരൻ എത്തുകയാണെങ്കിൽ മണ്ഡലം CPM ഏറ്റെടുത്തേക്കാം എന്നൊരു ആലോചന ഉണ്ടായിരുന്നു. പക്ഷേ കടന്നപ്പള്ളി രാമചന്ദ്രൻ തന്നെ മതി. അദ്ദേഹത്തിന്റെ ജനകീയത നമുക്കറിയാം, എവിടെയും ഓടി നടന്നെത്തുന്നയാളാണ് കടന്നപ്പള്ളി. എല്ലാ പാർട്ടിക്കാർക്കും ഒരുപോലെ സ്വീകാര്യനാണ്. അപ്പോൾ കടന്നപ്പള്ളിയുടെ ജനകീയത ഒരിക്കൽ കൂടി വോട്ടായി മാറും എന്നാണ് LDF കണക്ക് കൂട്ടലല്ലേ? ഉറപ്പായും വിനീത, അങ്ങനെ തന്നെയാണ്. കണ്ണൂർ സീറ്റ് നിലനിർത്താൻ കടന്നപ്പള്ളിയോളം അനുയോജ്യനായ മറ്റൊരാളില്ല എന്ന ബോധ്യത്തിൽ നിന്നാകാം LDF മറിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താത്തത്. നേരത്തെ CPM ഈ സീറ്റ് ഏറ്റെടുക്കുമെന്നും ഷാജിർ പോലെയുള്ള യുവ നേതാക്കൾ ഈ സീറ്റിൽ മത്സരിക്കുമെന്നൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് LDF പോകുന്നില്ല. കോൺഗ്രസ് S തന്നെ കണ്ണൂർ നിയമസഭാ സീറ്റിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പുവരികയാണ്. കടന്നപ്പള്ളി രാമചന്ദ്രന്റെ സ്വീകാര്യത വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ AP അബ്ദുള്ളക്കുട്ടിയോട് അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. പക്ഷേ പിന്നീട് നടന്ന 2 തിരഞ്ഞെടുപ്പുകളിലും സതീശൻ പാച്ചേനിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ ഏറ്റവും ഉറച്ച ഒരു സീറ്റിൽ വിജയം കൊയ്യാൻ കടന്നപ്പള്ളി രാമചന്ദ്രന് കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായതും ഈ വ്യക്തിപരമായ വോട്ടുകളാണ് വിനീത. വലിയ സ്വീകാര്യത മണ്ഡലത്തിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉണ്ട്. അത് ഇത്തവണയും തുടരാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് LDF ഉള്ളത്. നിലവിലൊരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട് എങ്കിൽ അതിനെ മറികടക്കാൻ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ സാന്നിധ്യം കൊണ്ട് കണ്ണൂർ നിയമസഭാ സീറ്റിൽ കഴിയുമെന്ന് LDF കണക്ക് കൂട്ടുന്നുണ്ട്. കടന്നപ്പള്ളി രാമചന്ദ്രന്റെ ചരിത്രവും നമുക്കറിയാം. നായനാരെ വരെ തോൽപ്പിച്ച് 26-ാം വയസ്സിൽ തുടങ്ങിയ ഒരു രാഷ്ട്രീയമാണ്. അതിപ്പോൾ 82 വയസ്സിലെത്തി നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ മത്സരിപ്പിക്കുകയാണ് എങ്കിൽ കണ്ണൂർ നിയമസഭാ സീറ്റ് കയ്യിലേക്ക് വരും, നിലനിർത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതേസമയം കെ സുധാകരൻ മറുവശത്തുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം വന്നിട്ടില്ല. MP-മാരെ മത്സരിപ്പിക്കേണ്ട എന്ന നിലപാടിൽ ഹൈക്കമാൻഡ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മറ്റൊരാളാകും കണ്ണൂർ സീറ്റിലേക്ക് വരിക കോൺഗ്രസിന് വേണ്ടി. അതാണെന്ന് കൂടി അറിയണം. ഏതായാലും കടന്നപ്പള്ളി ഉറപ്പിക്കുന്നു കണ്ണൂർ സീറ്റ് എന്നതാണ്. LDF-ൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നു എന്നതാണ് അഭിജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്.